ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഭാരങ്ങളുടെ വിഴുപ്പും ചുമന്ന ഒരു യുവാവ് തൻ്റെ ഭവനം വിട്ട് പുറത്തിറങ്ങി. തൻ്റെ കാറിൽ കയറി അടുത്തുള്ള പുഴയെ ലക്ഷ്യമാക്കി ഓടിച്ചു. ജീവിതം അവസാനിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. തൻ്റെ ബിസിനസ് തകർന്നു. വീട്ടിൽ അമ്മ രോഗിയായി കിടക്കുന്നു. ഭാര്യയുടെ രണ്ടാമത്തെ പ്രസവം അടുത്തിരിക്കുകയാണ്. എല്ലാം പണയപ്പെടുത്തിയാണ് ബിസിനസ് തുടങ്ങിയത്. എല്ലാം തകർന്നിരിക്കുന്നു. ജീവിതം അവസാനിപ്പിക്കുക തന്നെ എന്ന നിശ്ചയത്തോടെ അയാൾ കാറോടിച്ചു പോവുകയാണ്. പോകുന്ന വഴിയിൽ കണ്ട പുഴയുടെ സമീപം വണ്ടി നിർത്തി അയാൾ ഇറങ്ങി. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തേങ്ങിക്കരഞ്ഞു. തന്നെ പേടിപ്പെടുത്തുന്ന ആകുല ചിന്തകളും താൻ എത്തിച്ചേർന്നിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെയും കുറിച്ച് അയാൾ ചിന്തിക്കുവാൻ തുടങ്ങി. ഈ പ്രശ്നത്തിന് മരണമല്ലാത്ത മറ്റെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇങ്ങനെ സ്വയം ചോദിച്ച ശേഷം തൻ്റെ സകല ഭാരങ്ങളും ദൈവസന്നിധിയിൽ കൊണ്ടുചെല്ലുവാൻ അയാൾ തീരുമാനിച്ചു. മറ്റൊന്നിലും തനിക്ക് ആശ്രയിക്കാനില്ലെന്ന ഉറപ്പോടെ അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പരിമിതികളുള്ള തൻ്റെ ശക്തിക്കുമപ്പുറമാണ് പരിധികളില്ലാത്ത ദൈവത്തിൻ്റെ ശക്തിയുടെ ഭണ്ഡാകാരം സ്ഥിതി ചെയ്യുന്നതെന്ന് അയാൾ മനസ്സിലാക്കി. എന്തെന്നില്ലാത്ത സമാധാനം അനുഭവപ്പെട്ടു. വീട്ടിൽ തിരിച്ചെത്തി സുഖമായി ഉറങ്ങി. തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു അത്. പടിപടിയായി എല്ലാ സാമ്പത്തിക പരാധീനതകളും അദ്ദേഹത്തിൽ നിന്നും നീങ്ങി. എന്തെല്ലാം ഭാരങ്ങളും പ്രയാസങ്ങളും വേദനാജനകമായ അനുഭവങ്ങളും ഉണ്ടായാലും ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഭാരങ്ങൾ ചുമക്കുന്നതെന്ന ബോധമുണ്ടാകുവാൻ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നു. നമ്മിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശക്തമായ ഊർജമാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ ക്ഷയിക്കാത്ത മഹാശക്തിയോട് നാം ബന്ധിപ്പിക്കപ്പെടുന്നത് മൂലം ആത്മാവും ശരീരവും മെച്ചപ്പെടുകയും മരണത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു. 55 സങ്കീർത്തനം 22 വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.